രാജേശ്വരി മൂർത്തി അമ്മയുടെ പ്രഭാഷണം നമ്മുടെ ഭാഗവത ഉപാസനയിലാണെങ്കിലും സപ്താഹത്തിലാണെങ്കിലും സദാസമയവും കുറച്ച് പേരുണ്ട്. പത്നിയമ്മ, രാജേശ്വരി മൂർത്തി, ഇങ്ങനെ കുറച്ച് അമ്മമാര് സ്ഥിരമായിട്ടെന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഉപാസിക്കുന്ന ഒരാളാണ്. ഭാഗവതത്തെ ഉപാസിക്കുന്ന ആളാണ് രാജേശ്വരി മൂർത്തി. ഭഗവാന്റെ ഏറ്റവും വിശേഷമായിട്ടുള്ള ജഗന്മോഹനമായിട്ടുള്ള വേണുഗാനം, അതാണ് ഭഗവാൻ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ വേണുഗാനത്തിന്റെ മഹത്വത്തെ നമുക്ക് അമ്മയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് കേൾക്കാം. 5-ാം ദിവസത്തെ പ്രഭാത പ്രഭാഷണങ്ങളിലെ 2ാമത്തെ പ്രഭാഷണത്തിനായിക്കൊണ്ട് ദശമസ്കന്ധത്തിലെ വേണുഗാനത്തെക്കുറിച്ച് പറഞ്ഞു തരുവാൻ വേണ്ടിയിട്ട് എല്ലാ ആചാര്യമര്യാദകളോടും കൂടി രാജേശ്വരി മൂർത്തി അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് സുസ്വാഗതം ചെയ്യുന്നു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുഭ്യോ നമ. തിരുവേനിക്കും കുടുംബക്കാർക്കും അച്ഛനും എല്ലാവർക്കും നമസ്കാരം. ഹരേ കൃഷ്ണ. നമ്മുടെ ഭാഗവത കുടുംബത്തിലെ ഭാഗവത പ്രിയരായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. എനിക്ക് എന്താ പറയേണ്ടെന്ന് അറിയില്ല, അതുപോലെ മനസ്സ് ഭഗവാനിലേക്ക് എത്താനാണ് ശ്രമിക്കുന്നത്. ഹരേ കൃഷ്ണ. എന്തൊക്കെയാണ് ഭഗവാൻ പറയിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ പറയാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ദശമസ്കന്ധത്തിലെ 21-ാമത്തെ അധ്യായമാണ് ഇത്തവണ എനിക്ക് കുറിയിട്ട് കിട്ടിയത്. ഹരേ കൃഷ്ണ. വേണുഗാനം. വൃന്ദാവനത്തില് താമസാക്കിയതിന് ശേഷം ബമ്പാടിയിൽ നിന്നൊക്കെ ഭഗവാൻ വൃന്ദാവനത്തിലെത്തി അവിടെ താമസാക്കിയതിന് ശേഷം പശുക്കുട്ടികളെ പാലിക്കാൻ ആദ്യം കാടുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. പിന്നെ കുറച്ചങ്ങോട്ട് വളർന്നു കഴിഞ്ഞപ്പോ അച്ഛനോട് അപേക്ഷിച്ചിട്ട് ഞാൻ വലിയ പശുക്കളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ പശുക്കളെ ഗോപന്മാരോടുകൂടി ബലരാമനും കൃഷ്ണനും ഒന്നിച്ച് എല്ലാ ദിവസവും രാവിലെ വൃന്ദാവനത്തിലേക്ക് പോവും. പല സ്ഥലങ്ങളില് പശുക്കളെ പുല്ല് മേയ്ക്കാൻ വിട്ടിട്ട് ഇവര് കളിക്കും. അപ്പോൾ ഗോപികമാർക്കാണെങ്കിൽ ഒരു നേരം പോലും ഭഗവാനെ കാണാതിരിക്കാൻ വയ്യ. ചെറുപ്പം മുതലേ മനസ്സ് അപഹരിച്ചതാണല്ലോ. വെണ്ണയും പാലും മാത്രമല്ല, ഗോപികമാരുടെ മനസ്സും ആ കൂട്ടത്തിൽ അപഹരിച്ചിരുന്നല്ലോ. അതുകൊണ്ട് അവർക്കാണെങ്കിൽ ഒരു സമയം പോലും കാണാതിരിക്കാൻ വയ്യ. അപ്പൊ ഇവര് പുറപ്പെടുമ്പോ മുതലേ തന്നെ ചിലര് വഴിയിൽ പോയി നിന്നിട്ടും ചിലര് മരത്തിൽ കയറി ഇരുന്നിട്ടും ഒക്കെ ഭഗവാനെ പോകുന്നത് കാണാൻ രാവിലെ പുറപ്പെടുമ്പം കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയിരിക്കും, നിൽക്കും. തിരിച്ചു വന്ന് അവർക്ക് അത് മാത്രമേ പകൽ മുഴുവനും അതേ സംസാരിക്കാനുള്ളൂ. തമ്മിൽ കണ്ണൻ ഏത് വേഷത്തിലാണ് പോയത്, എന്നെങ്ങനെയാണ് ബലരാമന്റെ കൂടെ പോയത്, അങ്ങനെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഒന്നിച്ചാണ് പോയത്. അങ്ങനെ കണ്ണന്റെ വേഷഭൂഷാദികളെ വർണ്ണിക്കലും കണ്ണന്റെ ചെയ്തിരുന്ന പല കാര്യങ്ങളും വർണ്ണിച്ചുകൊണ്ട് പകല് കഴിച്ചു കൂട്ടും. വൈകുന്നേരമായാൽ ഇപ്പൊ വരും എന്നുള്ള ആ ഒരു കാണാനുള്ള ധൃതിയോടുകൂടി എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ഇവര് പശുക്കളെ ഓരോരുത്തർ അവരുടെ കുടുംബങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഗോപകുമാരന്മാരെല്ലാരും ഇന്ന് ഇങ്ങനെയാണ് ഉണ്ടായത്, ഇന്ന് കണ്ണൻ ഇങ്ങനെ ചെയ്തു, ബലരാമനും കണ്ണനും കൂടി ഇന്ന് അവിടെ നടന്നുപോയി, അങ്ങനെ ഓരോ കഥകൾ പറഞ്ഞ് അവർക്കതാ ഏതു നേരവും ഭഗവാനെ കണ്ണനെ കാണണം എന്നുള്ള ഒരു വിചാരം മാത്രമായിട്ട് കഴിഞ്ഞുകൂടുകയാണ്. അപ്പൊ ഒരു ദിവസം ഈ മഴക്കാലമൊക്കെ കഴിഞ്ഞ് എല്ലാം മരങ്ങളും എല്ലാം പുഷ്പിച്ച് പുഷ്പങ്ങളും ഒക്കെ ധാരാളം ഉണ്ടാകുന്ന ഒരു കാലത്ത്, ശരത്കാലം തുടങ്ങിക്കഴിഞ്ഞപ്പോ ഇതുപോലെ പശുക്കളോടും ഗോപകുമാരന്മാരോടും കൂടി നിർമ്മല ജലത്തോടുകൂടി ഇത് കൂടിയത് താമരപ്പൊയ്യകൾ തട്ടി വരുന്ന മന്ദമാരുതനാൽ വ്യാവൃതവുമായ വൃന്ദാവനത്തിൽ ചെന്നു. അവിടെ ചെന്ന്
പശുക്കളെയൊക്കെ മേയാൻ വിട്ടു കഴിഞ്ഞിട്ട് കൃഷ്ണൻ ഒരിടത്ത് നിന്നിട്ട് ഈ വേണുഗാനം ചെയ്യാൻ തുടങ്ങി. കുസുമിതവനരാജിശുഷ്മി ഭൃംഗദ്വിജകുലഘുഷ്ട സരസരിന്മഹീധ്രം മധുപതിരവഗാഹ്യ ചാരയൻ ഗാഹ സഹ പശുപാലബലച്ചുകൂജ വേണും. ഇങ്ങനെ വേണു ഊതുമ്പോ എല്ലാവരും അതിങ്ങനെ കേട്ട് പശുക്കളാണോ മാനായാലും എല്ലാ മൃഗങ്ങളും എന്താ ചെയ്തിരുന്നത് എന്ന് വെച്ചാൽ അത് അവിടെ നിന്നു. വായിലിട്ട പുല്ല് ചവച്ചു തിന്നാത്ത പശുക്കളും അങ്ങനെ സ്തംഭിച്ച് എല്ലാവരും അത് കേട്ടിങ്ങനെ നിൽക്കുകയാണ്. ചില ഗോപസ്ത്രീകൾ കൃഷ്ണന്റെ ആ വേണുഗാനത്തെ ദൂരത്ത് കേട്ടിട്ട്, ദൂരത്ത് നിന്ന് അവർക്ക് കേൾക്കാമുള്ളൂ എങ്കിലും തങ്ങളുടെ സഖിമാരോട് അതിനെപ്പറ്റി ഇങ്ങനെ വർണ്ണിക്കുകയാണ്. കൃഷ്ണന്റെ ചേഷ്ടിതങ്ങൾ ഓർത്ത് അതുമൂലം വർദ്ധിച്ച പ്രേമാതിശയത്താൽ മനസ്സ് നിയന്ത്രിക്കാൻ കഴിയാതെ അത് വേണ്ട വിധം വർണ്ണിക്കാൻ തന്നെ ശക്തകളായി തീർന്നില്ല. ശ്രീകൃഷ്ണന്റെ വേഷഭൂഷാദികൾ വർണ്ണിക്കുന്ന ഒരു ശ്ലോകം വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. അതിനകത്ത് 5-ാമത്തെ ശ്ലോകം, ബർഹാപീഠം നടവരവഭു കർണയോ കർണികാരം ബിഭ്രത്വാസക്കനകകപിശം വൈജയന്തീം ച മാലാം രന്ധ്രാൻ വേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈർ വൃന്ദാരണ്യം സ്വപദരമണം പ്രാപിശൽ ഗീതകീർത്തി. അന്ന് ഇങ്ങനെ ഒരു വേഷത്തിലാണ് ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് ചെന്നത്. ശ്രീശുകൻ പോലും ഈ ശ്ലോകം കേട്ടിട്ടാണ് അച്ഛന്റെ അടുത്ത് തിരിച്ചു വേഗം പോയി ഇവിടുന്ന് അച്ഛനാ പഠിപ്പിച്ചതെന്ന് അറിഞ്ഞപ്പോ ഓടിച്ചെന്ന് എനിക്കത് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് ഇരുന്നത് മുഴുവൻ ഭാഗവതം കേൾക്കുന്നത് തന്നെ. ആദ്യം യം പ്രവ്രജന്തമവേദം അവേദകൃത്യം ദ്വൈവായനോ വിരഹഗാതര ആജുഹാവ പുത്രേതി തന്മയതയാതരോഭിനേതു തം സർവഭൂതഹൃദയം ആനതോസ്മി. അങ്ങനെ പുത്രാ എന്ന് വിളിച്ചിരുന്ന വ്യാസമഹർഷിയുടെ അടുത്തേക്ക് ചെല്ലാതെ തിരിച്ചു പോയ ആളാണ്, തിരിഞ്ഞു നോക്കാതെ പോയ ആളാണ് ഈ ശുഖബ്രഹ്മർഷി. അത് ഈ ഒരു ശ്ലോകം കേട്ടിട്ടാണ് അവിടെ പോയി ഭാഗവതം മുഴുവൻ പഠിക്കുന്നതും. അത്ര വളരെ പ്രാധാന്യമുള്ളൊരു ശ്ലോകമാണിത്. ഗോപികമാരാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് തമ്മിൽ പറയാണ്, അക്ഷണ്വതാം ഫലമിതം ന പരം വിദാമ സഖ്യ പശു അനുവിവേശയതോർ വയസ്യൈ വക്രം പ്രദേശസുതയോർ അനുവേണു ജുഷ്ടം യൈർവാദിപീതം അനുരക്തകടാക്ഷമോക്ഷം. തോഴിമാരെ, കണ്ണുകളുള്ളവരുടെ പരമഫലം ഈ സ്വരൂപ ദർശനം തന്നെയാണ്. ഈ കൃഷ്ണനെ കാണുക, ഈ ഓരോ വേഷാദികളോടുകൂടി കൃഷ്ണനെ സസൂക്ഷ്മം ദർശിക്കുന്നത് തന്നെയാണ് ഏറ്റവും പരമമായിട്ടുള്ളത്. അല്ലാതെ വേറൊന്നും ഞങ്ങൾക്കറിയില്ല. സഖാക്കളോടുകൂടി പശുക്കളെ വനത്തിലേക്ക് നയിക്കുന്ന രാമകൃഷ്ണന്മാരുടെ കടാക്ഷ വീക്ഷണത്തോടു കൂടിയതും വേണുഗാനം ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ആ മുഖം ആർക്കും പാനം ചെയ്യാൻ സാധിക്കാറില്ല. അവര് കൂടെ പോകുന്നില്ലല്ലോ. ഗോപന്മാർക്ക് മാത്രമേ അത് കാണാൻ സാധിക്കുള്ളൂ. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ആലോചിച്ച് മനസ്സുകൊണ്ട് കണ്ട് തമ്മിൽ സംസാരിക്കാൻ മാത്രമല്ലേ കഴിയുന്നുള്ളൂ. പിന്നെ ആ വേണു ഊതുന്ന മുളയുടെ ആ ഓടക്കുഴല്, അത് വെറും കാട് പിടിച്ചു വളരുന്ന ഒരു മുളന്തണ്ടാണ്. അതില് അകത്ത് ശൂന്യമായതുകൊണ്ട് വളരെ നല്ല സ്വരം, അതിന് കൃഷ്ണന്റെ അധരാമൃതം നുകരാനുള്ള ഭാഗ്യം ആ ഇതിനല്ലേ കിട്ടിയത്, മുളയ്ക്ക് കിട്ടിയല്ലോ. അതിന്റെ ഒരു ഭാഗ്യം ഒന്ന് നോക്കൂ. വേണു എന്ത് പുണ്യമാണ് ആചരിച്ചത്. യാതൊരു പുണ്യത്താൽ ഗോപികൾക്ക് മാത്രം ഭോഗ്യമായ ഭഗവാന്റെ അധരസുധയെ പോലും രസം മാത്രം അവശേഷിപ്പിക്കുന്ന വിധം സ്വതന്ത്രമായി യഥേഷ്ടം ഭുജിക്കുന്നു. ഏതിന്റെ ജലത്താൽ ഇത് പുഷ്ടിപ്പെട്ടുവോ ആ നദികൾ തങ്ങളുടെ പുത്രന്റെ ഭാഗ്യാതിശയത്താൽ ആനന്ദത്താൽ വികസിച്ച കമലങ്ങൾ എന്ന വ്യാജേന രോമാഞ്ചത്തോടുകൂടി കാണുന്നു. ഹരേ കൃഷ്ണ. ഗോപിമാരെ, ഈ വേണു ഊതുന്ന കൃഷ്ണനെ കാണാൻ
നമുക്ക് കൊതിയുണ്ട്. എങ്ങനെ കൂടെ പോകാനായിട്ട് സാധിക്കുന്നുമില്ല. ധന്യാസ്മ മൂഢമതയോപി ഹരിണ്യ ഏതാ യാ നന്ദനന്ദനമുവാത്ത വിചിത്രവേഷം ആകർണ്യ വേണുരണിതം സഹ കൃഷ്ണസാരാ പൂജാം ദധൂർ വിരചിതാം പ്രണയാവലോക. മാൻപേടകളാണെങ്കിലും കൃതാർത്ഥകളാണ്. അവ വേണുഗാനം കേട്ട അതിമനോഹരമായ വേഷഭൂഷങ്ങൾ അണിഞ്ഞ നന്ദനന്ദനെ പ്രണയപൂർവമായി കടാക്ഷങ്ങളാൽ ചെയ്യപ്പെട്ട പൂജയെ തങ്ങളുടെ ഭർത്താക്കന്മാരോടുകൂടി തന്നെ ചെയ്തു. വനിതകൾക്ക് അത്യാനന്ദം ഉളവാക്കുന്ന രൂപത്തോടും ശീലത്തോടും കൂടിയ ശ്രീകൃഷ്ണനെ കണ്ട് വിചിത്രമായ വേണുഗാനം കേട്ടും വിമാനത്തിലൂടെ സഞ്ചരിക്കുന്ന ദേവസ്ത്രീകൾ പോലും കാമാതിശയത്താൽ ധൈര്യം പോയവരായി മുടിയിൽ ധരിച്ച മാലകൾ ഊർന്നുവരും വസ്ത്രങ്ങൾ അഴിഞ്ഞവരുമായി മോഹിച്ചു. പശുക്കളാണെങ്കിൽ കൃഷ്ണന്റെ മുഖത്തു നിന്ന് ഒഴുകി വരുന്ന വേണുഗാനമാകുന്ന അമൃത് പുറത്തുപോയാലോ എന്ന ഭയത്താൽ ഉയർത്തപ്പെട്ട കർണപുടങ്ങൾ കൊണ്ട് പാനം ചെയ്തുകൊണ്ടും പശുക്കുട്ടികൾ അത് പാനം ചെയ്ത് അകിട്ടിൽ നിന്ന് ചുരന്നു കിട്ടിയ പാല് വായിൽ തന്നെ വെച്ചുകൊണ്ട് കൃഷ്ണനെ കണ്ണിലൂടെ അകത്താക്കി അവിടെ വെച്ച് ആലിംഗനം ചെയ്തും ആനന്ദാശ്രുക്കൾ ഒഴുക്കിയും നിന്നു. നിത്യ ആനന്ദപ്രദനായ മുകുന്ദന്റെ വേണുഗാനം ആസ്വദിച്ച് ചുഴികൾ കൊണ്ട് സൂചിപ്പിക്കപ്പെട്ട കാമാതിശയത്താൽ വേഗമില്ലാത്തവയായി തിരമാലകളാകുന്ന കൈകളാൽ താമരപ്പൂക്കൾ കൊണ്ടുവന്ന് സമർപ്പിച്ച് അദ്ദേഹത്തിന്റെ പാദയുഗളത്തെ ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചു. യശോദാദേവി അലങ്കരിച്ചു വിട്ട കൃഷ്ണനെ ഗോപന്മാരെല്ലാവരും കൂടി നിർത്തി പീലി കൊണ്ട് തീർത്ത കിരീടവും കർണികാരവും കഴുത്തിൽ വൈജയന്തിമാലയും മഞ്ഞപ്പെട്ടും ധരിച്ച അഴകാർന്ന ദേഹത്തോടെ ഉള്ള കണ്ണനെ അതെല്ലാം അഴിച്ചു മാറ്റിവെച്ച് ഇലകൾ കൊണ്ടും കർണികാര പൂക്കളെ കൊണ്ടും വനമാല പലതരത്തിലുള്ള ഇലകളും പൂക്കളും കൊണ്ട് വനമാല ഉണ്ടാക്കി ധരിപ്പിച്ചും വളരെ സുന്ദരനാക്കി ഓരോ ദിവസവും ഇങ്ങനെ അവര് പലതരത്തിൽ അലങ്കരിക്കുന്നു കൃഷ്ണനെ. അതിന്റെയൊക്കെ ഒരു ഭാഗ്യം നമുക്ക് ആലോചിച്ചാൽ പോലും നമുക്കത് എന്താ പറയാ, അവരുടെ ഒരു ഭാഗ്യം തന്നെ എന്ന് പറയാനുള്ളൂ. ദൃഢം പ്രലബ്ധാസ്ത്രപയാ ച ഹാപിതാ പ്രസ്ഥോപിതാ ക്രീഡനവച്ച കാരിതാ വസ്ത്രാണി ജൈവാഭൃതനാന്യഥാപ്യമും താനാഭ്യസൂയൻ പ്രിയസംഗ നിർവൃതാ. ഹരേ കൃഷ്ണ. നദ്യസ്തദാ തദുപധാര്യ മുകുന്ദ ഗീതമാവർത്തലക്ഷിത മനോഭവ ഭക്തവേഗാ ആലിംഗനസ്ഥഗിതമൂർമി ഭുജൈർമുരാരേർഗൃഹണന്തി പാദയുഗളം കമലോപഹാര. നിത്യാനന്ദപ്രദനായ മുകുന്ദന്റെ വേണുഗാനം ആസ്വദിച്ച് ചുഴികൾ കൊണ്ട് സൂചിപ്പിക്കപ്പെട്ട കാമാതിശയത്താൽ വേഗമില്ലാത്തവയായി തിരമാലകളാകുന്ന കൈകളാൽ താമരപ്പൂക്കൾ കൊണ്ടുവന്ന് സമർപ്പിച്ച് അദ്ദേഹത്തിന്റെ പാദയുഗളത്തെ ആലിംഗനത്താൽ ഗ്രഹിക്കുന്നു. ബലരാമനോടും ഗോപന്മാരോടും കൂടി ഗോകുലത്തിലെ പശുക്കളെ മേച്ചുകൊണ്ടും വേണുഗാനം ചെയ്തുകൊണ്ടും വെയിലത്ത് നിൽക്കുന്ന കൃഷ്ണനെ കണ്ട് ലോകാർത്തി നാശകത്വം കൊണ്ട് തന്റെ സഖാവായ കൃഷ്ണന്റെ ഉപരിഭാഗത്ത് വർദ്ധിച്ച പ്രേമത്തോടെ മേഘങ്ങൾ പുഷ്പവർഷം ചെയ്യുന്നത് പോലെ വെള്ളത്തുള്ളികൾ വർഷിച്ച് ശരീരത്തിൽ കുട പിടിച്ചു നിർത്തുന്നു. കാട്ടാള സ്ത്രീകളാണെങ്കിൽ കൃഷ്ണന്റെ ദൈതമാരുടെ സ്ഥലങ്ങളിൽ അലങ്കാരമായി ധരിച്ചതും നടക്കുന്ന സമയം പുല്ലുകളിൽ പറ്റിയതും രതിസമയത്ത് പദങ്ങളുടെ തുടുപ്പുകൊണ്ട് ഏറ്റവും ശോഭിക്കുന്നതുമായ കുങ്കുമത്തിൽ തന്റെ ദർശനത്താൽ ഉണ്ടായ കാമപീഡയോടെ മുഖങ്ങളിലും സ്ഥലങ്ങളിലും ധവനം ചെയ്ത് ആ പീഡ ഒരു വിധത്തിൽ ശമിപ്പിച്ചു. സഖിമാരെ, ഈ പർവ്വതം കൃഷ്ണന്റെ ഭക്തന്മാരിൽ വെച്ച് ശ്രേഷ്ഠനാകുന്നു. അതെന്തെന്നാൽ രാമകൃഷ്ണന്മാരുടെ പാദസ്പർശത്താൽ ആനന്ദഭരിതരായി തീർന്ന ഈ പശുക്കുട്ടികളോടും ഗോപന്മാരോടും കൂടിയവർക്ക് നിർമ്മല ജലം, പച്ചപ്പുല്ല്, ഗൃഹകിഴങ്ങ്, മൂലങ്ങൾ എന്നിവ കൊണ്ട് സൽക്കാരം ചെയ്യുന്നു. ഗോവർദ്ധന പർവ്വതത്തിന്റെ താഴ്വരയിലാണല്ലോ ഇവർ പശുക്കളെ മേയിച്ചു നടക്കുന്നത്.
ഗോവർദ്ധനത്തിന്റെ ഒരു ഭാഗ്യം വൃന്ദാവനത്തിലെ എന്താ പാദരേണുക്കളെ ആ മണ്ണിൽ ഓടി നടന്ന കണ്ണന്റെ വൃന്ദാവനത്തിലെ ആ പാദരേണുക്കളെ നമസ്കരിച്ചുകൊണ്ട് ഭഗവത കുടുംബത്തിലെ ഇത്രയും നല്ല സജ്ജനങ്ങളുടെ കൂടെ ഒരു ഇതിന് കൂടാൻ സാധിക്കുന്നത് തന്നെ വളരെയധികം നല്ലതായി കരുതുന്നു. ഹരേ കൃഷ്ണ. ഭാഗ്യമുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ധാരാളം വൃന്ദാവനത്തിൽ പോയി അനുഭവിച്ച ആൾക്കാരാണ്. അപ്പം ഈ പറയാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് സത്യത്തിൽ ഇതിന്റെ ഒരു സത്യം. അതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ കഥകള് പറയാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് അതിലേക്ക് അങ്ങ് ലയിച്ചു പോകുമ്പോഴത്തേക്കും ഗദ്ഗതം വരുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും അനുഭവമായിട്ടുള്ള അമ്മയാണ്. നമുക്കൊക്കെ എന്നും നമ്മൾ കാണുന്നതാണ്, കേൾക്കുന്നതാണ് അല്ലെ. അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. വേണുഗാനത്തിന്റെ മഹാത്മ്യം ഇതിക്കുള്ളിൽ പറയാനുമില്ല അല്ലേ. പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞില്ലെന്ന് പറഞ്ഞ്? എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. ബർഹാപീഠം പറഞ്ഞു അല്ലേ, കണ്ണിന്റെ പ്രാധാന്യം ഒക്കെ അത്രേ ഉള്ളൂ. പിന്നെ അനുഭവങ്ങളാണ്. പിന്നെ അനുഭവങ്ങൾ പറയാം, പക്ഷെ ചിലപ്പോൾ പറഞ്ഞാൽ കുറച്ച് നീണ്ടു പോകുമെന്ന് വിചാരിച്ചായിരിക്കാം. സാധാരണ പറയാറുള്ളതാണ് രാജശ്രീ അമ്മ വൃന്ദാവനത്തിൽ പോയ കഥകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൂട്ടിച്ചേർക്കാറ് പതിവുണ്ട്. ഇന്ന് അത് ഒഴിവാക്കിയതായിരിക്കും. എന്തായാലും വളരെ രാവിലത്തെ 2 പ്രഭാഷണങ്ങളും നമുക്ക് അല്ലെ, ഇന്നത്തെ ദിവസവും ഈ കണ്ണന്റെ കഥകൾ വായിക്കുന്ന സമയത്ത് നമുക്ക് കണ്ണന്റെ കഥകൾ കേൾക്കാനും ഒന്ന് ഓർമ്മിപ്പിക്കാനും കൂടെ സാധിച്ചാൽ അത് തീർച്ചയായിട്ടും ആ വായനയെ ബാധിക്കും. അത് അപ്പം എല്ലാം കൊണ്ടും ഈ പറഞ്ഞ പോലെ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ തന്നെ രാജേശ്വരി അമ്മയ്ക്ക് ഔദ്യോഗിക ജീവിതമൊക്കെ വിട്ടിപ്പോ പൂർണ്ണമായിട്ട് സാധനയാണ്. ഭാഗവതത്തെ ഉപാസിക്കുന്നു. അല്ല, അത് കണ്ണന്റെ ഒരു കാരുണ്യമാണത്. സത്യത്തില് അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടു എത്തിക്കും. മോഹിച്ചാൽ മാത്രം മതി നമ്മള് അതിന് വേണ്ടിയിട്ട്. എന്തായാലും ഇനിയും ധാരാളം കാലം ആ ഭഗവാനെ ഉപാസിക്കാൻ പറ്റട്ടെ, ആയുസ് കിട്ടട്ടെ. ആയുസ്സിന് മാത്രം കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല, ആരോഗ്യം വേണം. ആരോഗ്യത്തോടുകൂടി ആ ഭഗവാന്റെ ഉപാസനകള് കൂടുതൽ താല്പര്യമുള്ള ആളാണ്. മുറ വായിച്ചു ചേർക്കുക, നാരായണീയം വായിക്കുക, ഗുരുവായൂർ പോയി തൊഴുക, ഏകാദശി നോക്കുക, ഇങ്ങനെ ആ കർമ്മം അതങ്ങനെ അനുസ്യൂതം ഒരു വിഷമവും ഇല്ലാതെ മുമ്പോട്ട് പോകാൻ ഗുരുവായൂരപ്പൻ എന്നും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ നിർത്താം.